ഡൊണാൾഡ് ട്രംപിനെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ദേശീയ കൺവെൻഷനിലായിരുന്നു പ്രഖ്യാപനം. കൺവെൻഷനിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാവാനുള്ള വോട്ടുകൾ ട്രംപിന് ലഭിക്കുകയായിരുന്നു. ട്രംപിനെതിരെയുള്ള വധശ്രമം നടന്ന 48 മണിക്കൂറിനുള്ളിലാണ് പ്രഖ്യാപനം വന്നത്. നവംബർ 5-നാണ് അമേരിക്കയിൽ തിരഞ്ഞെടുപ്പ്. മിൽവോക്കിയിൽ വെച്ചായിരുന്നു പ്രഖ്യാപനം നടന്നത്. അതേസമയം വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ജെഡി വാൻസിനെയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ ഒഹയോയിലെ സെനറ്ററാണ് വാൻസ്. ട്രംപിന്റെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് ഗ്ലോബലിലൂടെയായിരുന്നു വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. അതേസമയം വെടിവയ്പിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ട്രംപ് വലതു ചെവിയിൽ ബാൻഡേജ് ധരിച്ചാണ് കൺവെൻഷനിൽ പങ്കെടുത്തത്. ഫ്ലോറിഡ ഗവർണർ റോൺ ഡിസാന്റിസ്, സൗത്ത് കരോലിന മുൻ ഗവർണറും ഇന്ത്യൻ വംശജയുമായ നിക്കി ഹാലി തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കുന്ന കൺവെൻഷൻ വ്യാഴാഴ്ചയാണ് അവസാനിക്കുന്നത്. സമഗ്ര കൂടിയാലോചനകൾക്ക് ശേഷമാണ് വാൻസിനെ തിരഞ്ഞെടുത്തതെന്ന് ട്രംപ് യൂത്ത് ഗ്ലോബലിൽ കുറിച്ചു. അതേസമയം ജെഡി വാൻസിന്റെ ഭാര്യ ഉഷ ചിലുകാരി ഇന്ത്യൻ വംശജയാണ്. ട്രംപിനെ കനത്ത രീതിയിൽ പിന്തുണയ്ക്കുന്ന ആളായി അറിയപ്പെട്ടിരുന്ന നേതാവാണ് വാൻസ്. അതോടൊപ്പം ട്രംപിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ കൺവെൻഷൻ ഹാളിൽ വലിയ ആഘോഷമാണ് നടന്നത്. ജനങ്ങൾ നിറ കയ്യടികളോടെയാണ് തീരുമാനത്തെ പ്രഖ്യാപിച്ചത്. ട്രംപിനെതിരെയുള്ള പ്രതിഷേധവും കൺവെൻഷൻ വേദിക്ക് പുറത്തു നടന്നു. നേരത്തെ ട്രംപിനെതിരെ നിക്കി ഹാലി, ഫ്ലോറിഡ ഗവർണർ റോൺ ഡിസാന്റിസ് എന്നിവരെല്ലാം മത്സരരംഗത്ത് ഉണ്ടായിരുന്നു. എന്നാൽ ഇവരെല്ലാം തന്നെ നേരത്തെ വഴിമാറി. ഫ്ലോറിഡയിൽ നിന്നുള്ള പ്രതിനിധി സംഘമാണ് ട്രംപിനെ മുന്നിലെത്തിക്കാൻ സഹായിച്ചതെന്ന് എറിക് ട്രംപ് പറഞ്ഞു. കൺവെൻഷൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ വമ്പൻ പിന്തുണ ട്രംപ് ഉറപ്പാക്കിയിരുന്നു. 2400 പ്രതിനിധികളിൽ 2243 പേരും ട്രംപിനെയാണ് പിന്തുണച്ചത്. മൊണ്ടാന, ന്യൂ മെക്സിക്കോ, സൗത്ത് ഡക്കോട്ട എന്നിവിടങ്ങളിലടക്കം 150 പ്രതിനിധികൾ ട്രംപിന് വോട്ട് ചെയ്യുമെന്ന് കൺവെൻഷന് മുന്നോടിയായി പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയായി ജോ ബൈഡനെ തന്നെ പ്രഖ്യാപിക്കും. ആരാണ് ജെഡി വാൻസ്? ഹിൽബില്ലി എലഗി എന്ന മെമ്മോയർ പുറത്തിറക്കിയതോടെയാണ് 39-കാരനായ വാൻസ് ദേശീയ ശ്രദ്ധ നേടുന്നത്. 2022 US സെനറ്റിലേക്ക് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ട്രംപിന്റെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗെയിൻ എന്ന അജണ്ടയെ കടുത്ത രീതിയിൽ പിന്തുണയ്ക്കുകയും ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു വാൻസ്. വാണിജ്യം, വിദേശനയം, കുടിയേറ്റം എന്നീ മേഖലകളിൽ ഇവ നിർബന്ധമായും നടപ്പാക്കണമെന്നതാണ് വാൻസിന്റെ നയം. US മറൈൻസിന്റെ ഭാഗമായി ഇറാഖിൽ സൈനിക സേവനം നടത്തിയാണ് അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസം നേടിയത്. ഒഹായോ യൂണിവേഴ്സിറ്റിയിൽ ബിരുദവും യേലിൽ നിന്ന് നിയമബിരുദവും അദ്ദേഹം നേടി. മുൻപ് ട്രംപിന്റെ കടുത്ത വിമർശകനായിരുന്ന വാൻസ് 2021 ശേഷം നിലപാടുകൾ മാറ്റുകയായിരുന്നു. ട്രംപിന്റെ എല്ലാ നയങ്ങളെയും പിന്നീട് അദ്ദേഹം പിന്തുണച്ചിരുന്നു. വെടിയുണ്ടയിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ട്രംപ് പൂർവാധികം ശക്തിയോടെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെത്തിയത്. പരിക്ക് ഗുരുതരമല്ല, ഞാൻ മരിക്കേണ്ടതായിരുന്നു. അവിശ്വസനീയമായ അനുഭവം, ദൈവവും ഭാഗ്യവുമാണ് എന്നെ രക്ഷിച്ചത്. കൺവെൻഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു അമേരിക്കൻ മാധ്യമത്തോട് ട്രംപ് പ്രതികരിച്ചതാണ് ഇങ്ങനെ. വെടിയുണ്ട അല്പം മാറിയിരുന്നുവെങ്കിൽ ട്രംപിന്റെ മസ്തിഷ്കത്തിലൂടെ തുളച്ചു കയറിയനെ. ഫ്ലോറിഡ ഗവർണർ റോൺ ഡിസാന്റിസ്, സൗത്ത് കാറലൈന മുൻ ഗവർണറും ഇന്ത്യൻ വംശജയുമായ നിക്കി ഹേലി തുടങ്ങി പാർട്ടിയുടെ മുൻനിര നേതാക്കൾ പങ്കെടുക്കുന്ന കൺവെൻഷൻ വ്യാഴാഴ്ചയാണ് അവസാനിക്കുന്നത്. ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ ട്രംപ് പ്രഖ്യാപിച്ചപ്പോൾ ഏറെ ആകാംക്ഷയോടെയും സ്വീകാര്യതയോടെയുമാണ് ജനങ്ങൾ പ്രതികരിച്ചത്. ഇന്ത്യൻ സമയം ഞായറാഴ്ച പുലർച്ചെ പെൻസിൽവേനിയയിൽ തിരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുന്നതിനിടെയാണ് ട്രംപിന് വെടിയേറ്റത്. അക്രമി തോമസ് മാത്യു ക്രൂക്സിനെ സുരക്ഷാ സേന വധിച്ചിരുന്നു. ട്രംപിന്റെ സുരക്ഷാ ചുമതലയുള്ള US സീക്രട്ട് സർവീസ് ഏജൻസിക്ക് എതിരെ വിമർശനം ശക്തമാണ്. സീക്രട്ട് സർവീസ് ഡയറക്ടർ കിംബർലി ഷീറ്റൽ രാജിവെക്കണമെന്ന് ആവശ്യമുയർന്നു. ഷീറ്റൽ ഈ മാസം 22-ന് ജനപ്രതിനിധി സഭ അന്വേഷണ കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരാക്കണം. അക്രമിയുണ്ടായിരുന്ന മേഖലയുടെ പെട്രോളിംഗ് ചുമതല ലോക്കൽ പോലീസിനായിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.